ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സ്പോർട്സിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറേ അധികം പണിയുണ്ട്. അതിൽ ഫസ്റ്റത്തെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രൗണ്ടിലത്തെ കല്ലും മണ്ണും പുല്ലൊക്കെ പെറുക്കി റെഡിയാക്കുക. രണ്ടാമത്തെ പണിയാണ് എന്ത്, ഈ പെറുക്കിയ പുല്ലൊക്കെ എടുത്ത് കളയുക. പിന്നെ ഗ്രൗണ്ടിൽ കുറേ അധികം കുഴികളുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് തീരുമാനമാക്കണം, അതായത് നിരത്തണം. പിന്നെ ഉള്ളത് ട്രാക്കിടൽ പണി അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കൊണ്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ ഉള്ളത് ഇന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതായത് 1500, 100 മീറ്റർ ഇതൊക്കെ ഇന്ന് നടത്തുമെന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ ദാറ്റ് ഇനോഗ്രേഷൻ സെറമണി ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങളുടെ വക എന്താ പറയുക പരേഡുണ്ട്. ഇത്രയും സംഭവങ്ങളൊന്നും ചെയ്താൽ മാത്രമേ ഇന്നത്തെ പരിപാടി കഴിയുള്ളൂ. മാർക്ക് മുഖ്യം വെക്കില്ലേ ഗൈസ്. ഇതൊക്കെയാണ് ഒരു ബി എഡിൽ ചേർന്നാൽ ചെയ്യേണ്ട പണികൾ. അതായത് ആർട്സിൻ്റെ സ്പോർട്സിൻ്റെ സമയത്ത് A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ പണിയെടുക്കുന്ന ജനവിഭാഗം അതിൻ്റെ ഇടയിൽ എല്ലാ പണിയെടുക്കുന്ന ജനവിഭാഗം പണിയെടുക്കൂ. എല്ലാ കോളേജിലും കാണും ഇതേപോലെ കുറച്ച് പേര്. ക്യാമറ കാണുമ്പോഴത്തേക്കും ആത്മാർത്ഥത എവിടെ നിന്നാണെന്നറിയില്ല, വളരെ പെട്ടെന്ന് കുറേ ആത്മാർത്ഥത കയറിയിട്ട് പണിയെടുക്കാൻ തുടങ്ങും. എന്താ പണി? ഒരു ഫൈബർ കൊട്ട പിടിക്കാൻ 3 പേര്. നമ്മുടെ കഥാനായകന്മാർ എൻട്രി ആവുന്നു. എല്ലാവരും പണിയെടുക്കുകയാണ്, പക്ഷെ ഞാൻ മാത്രം പണിയെടുക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മീഡിയ ടീമാണ്. മീഡിയ ടീമിനോട് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോണും പിടിച്ച് നടന്നാൽ മതി. പണിയെടുക്കൂ. കഴിഞ്ഞ കൊല്ലം ഇതേ പോസായിരുന്നു. പണിയെടുക്കൂ. അടുത്ത സെറ്റ്. ഹൈടെക് അമ്മേ, എല്ലാവരും പണിയെടുക്കുക. പണിയെടുക്കൂ. അതിന്റെ വലിപ്പം നോക്കട്ടെ ഫേമി. അത് കുഴപ്പമില്ല, നമുക്ക് സൗണ്ട് പിടിക്കാം. എന്താ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ കഴിഞ്ഞ തവണത്തെ മാൻ ഓഫ് ദ മാച്ച്, തൈക്കോണ്ട ചാമ്പ്യൻ. അയ്യോ ജുമു പണിയടി. ഗൈസ്, ഒരു സത്യം പറയട്ടെ, ബാക്കിയുള്ളൊരു പണിയെടുക്കാൻ എന്ത് രസം അറിയോ ഗൈസ്? സത്യം പറഞ്ഞാൽ പണിയെടുക്കുന്നവരെ കാണുമ്പോൾ എനിക്കും പോയി സഹായിക്കണം എന്നുണ്ട്. പക്ഷേ എന്താക്കാൻ, ക്യാമറ ടീമിൽ എന്നെ ഇട്ടത് കാരണം ഞാൻ അങ്ങോട്ട് പോകണ്ട എന്നാണ് യൂണിയൻ പറഞ്ഞത്. പണിയെടുക്കുന്ന ജനവിഭാഗം. പണിയെടുക്കുന്നവരെ പറ്റിയിട്ടുണ്ട് അഭിപ്രായം പറ. ഞാൻ കണ്ടായിരുന്നു. ക്യാപ്റ്റൻ അല്ല, എക്സ് ജനറൽ ക്യാപ്റ്റൻ, 2 വാക്ക്. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ പോന്നെ? ഒരു കാര്യം, ആറാട്ടണ്ണനോട് ക്രഷുള്ള സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ 2ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി സ്വന്തം അനശ്വര കൃഷ്ണപുരം. അണ്ണൻ ഈ വീഡിയോ കാണാനായിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഞങ്ങളെ കൊച്ചി വെയിറ്റിംഗ് ആണ്. ഓക്കെ, തെളിവ് പണിയെടുത്തുള്ളതിന്റെ തെളിവ്. ഗൈസ്, മുള കൊണ്ട് പണിയെടുക്കുന്നുണ്ടോ ഗൈസ്? ഗൈസ്, അഭിനയുടെ ഈ വീഡിയോ കണ്ടിട്ട് നഗരസഭയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. നെക്സ്റ്റ് again show.
ഗൈസ് അങ്ങനെ ഞങ്ങൾ കാടെല്ലാം വെട്ടി ഗ്രൗണ്ട് ഏറെക്കുറെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ശേഷമുള്ള പരിപാടിയാണ് ട്രാക്ക് ഇടൽ. ഗൈസ് സത്യം പറഞ്ഞാൽ 2 ദിവസം നല്ല അടിപൊളിയായിട്ട് ഒരു 2 ലോങ് ഫോം വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണവും സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണവും പിന്നെ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ളത് കാരണം മൊത്തം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും ഇതൊക്കെയായിരുന്നു സംഭവം കോളേജിൽ നിന്ന് നടന്നത്. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ മൊത്തം, അതായത് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള സാഫയർ, അതായത് ബ്ലൂ ഗ്രൂപ്പ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അതിൽ 2-3 പിക്സാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ കുറേ അധികം കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. സോ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.